ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ദാ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന വ്യക്തി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയണം. ഇതാരാണെന്നറിയോ? മറക്കാൻ വഴിയില്ല. ഇതാണ് മൊണാലിസ ബോസ്ലെ. മഹാകുംഭമേളയിൽ വൈറലായിട്ടുള്ള ആ പെൺകുട്ടി ബോബി ചെമ്മണ്ണൂരുടെ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ഇനാഗുറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരികയും അതിനുശേഷം മലയാളികൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇന്ന് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അഥവാ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ വലിയൊരു വിവാദം നടക്കുകയാണ്. വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പീഡന കേസിനാണെന്നുള്ള കാര്യമാണ്. അത് നാഷണൽ മീഡിയാസ് അടക്കം ഭയങ്കരമായിട്ട് ഇന്ന് രാവിലെ മുതൽ ചർച്ച തുടങ്ങിയിട്ടുള്ളൊരു കേസാണ്. സോ ഇതിപ്പം ആ കുട്ടി ഇന്ന് അതിൻ്റെ പോസ്റ്റ് ഞാൻ വിശദമായിട്ട് വരാം. അതിനകത്ത് ഇതാ കാണൂ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണുന്നുണ്ടല്ലേ? സനോജ് മിശ്ര, ഡയറക്ടർ ഹു ഓഫേർഡ് ഫിലിം ഓഫ് മഹാകുംഭമേൾ വൈറൽ ഗേൾ മൊണാലിസ അറസ്റ്റഡ് ഇൻ മറ്റേ കേസ്, റേപ്പ് കേസിന് അറസ്റ്റായി അയാളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ശരിക്കും ഈ കുട്ടിയുമായിട്ട് ആണോ, ഈ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇയാളുടെ മേൽ ഈ കേസ് വന്നെന്നുള്ള കാര്യമാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. നമുക്ക് അതാണ് ഇതിനകത്ത് വിശദമായിട്ട് നോക്കാനുള്ളത്. വ്യക്തവും വിശദമായിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സനോജ് മിശ്ര ആരെയാണ് ഇങ്ങനെ ഒരു മോശമായ രീതി ഉപയോഗിച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് കേൾക്കാം. वायरल हुई युवती मोनालिसा से जुड़ी ये खबर है। मोनालिसा को फिल्म का ऑफर देने वाला डायरेक्टर जो है उसे गिरफ्तार यहाँ पर किया गया है। रेप के मामले में डायरेक्टर सनोज मिश्रा गिरफ्तार किया गया है। नमस्कार, मेरा नाम मोनालिसा है। लेकिन मुझे लगता है मेरी बात आप आज मोनालिसा जी ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ പുള്ളിക്കാരത്തി ഇവിടെ ഇയാളുടെ കൂടെ നമ്മുടെ ബോച്ചയുടെ ഈ ഒരു ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നൊരു കാര്യവും അന്ന് നമ്മളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനായിട്ട് വീഡിയോ ഈ പുള്ളിക്കാരൻ ഈ ഒരു പെൺകുട്ടിയായിട്ട് മുങ്ങി എന്നുള്ള രീതിയിലേക്കുള്ളൊരു പ്രചരിക്കപ്പെട്ടൊരു ന്യൂസ് അന്ന് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരത് കാണുകയും ചെയ്തു ആ വീഡിയോ. അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു വിഷയം പൊങ്ങി വരികയും ഈ കുട്ടിക്ക് സിനിമയിലേക്ക് ഒരു ഓഫർ കൊടുക്കുകയും എന്നാൽ ഓഫറിന് ശേഷം ഇയാളുടെ പേരിൽ മറ്റ് മുൻ നിർമ്മാതാക്കൾ രംഗത്ത് വരികയും ആ നിർമ്മാതാക്കൾ ഇയാളുടെ കുറേ കാര്യങ്ങൾ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അന്ന് ആരും അത് വിശ്വസിച്ചിട്ടില്ല, ഇയാൾ ട്രാപ്പിലാക്കിയതാണ് ഈ പെൺകുട്ടി എന്നുള്ളത്. പക്ഷേ ഈ പുള്ളിക്കാരന് പണി കിട്ടാൻ കാരണക്കാരി മറ്റൊരു പെൺകുട്ടിയാണ്. അത് കേൾക്കാം. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് ഇത് ആരോൺ വേർഡുകൾ എന്ന് പറഞ്ഞൊരു ചാനൽ വന്നാണ്. വൈറലായ ഒരു 16 വയസ്സുകാരി തെരുവിലാണ് ആ പെൺകുട്ടി ജീവിച്ചത്. അങ്ങനെ മാല കച്ചവടം ചെയ്യാൻ വേണ്ടി കുംഭമേളയിൽ എത്തുകയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കി ഒടുക്കം ബോബി ചെമ്മണ്ണൂർ തന്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ മലയാളികളുടെ ഇടയിൽ ആ പെൺകുട്ടി സുപരിചിതയാകുകയും ചെയ്തു. അപ്പോഴാണ് മലയാളികളെല്ലാം ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടിയുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയെ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി സംവിധായകൻ സിനിമയിലേക്ക് എടുത്തു എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. തെരുവിൽ മാല വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബം, ദാരിദ്ര്യത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. അവിടുത്തെ 16 ഇങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സകല ജനങ്ങൾക്കും സത്യസന്ധമായിട്ട് പറയാം, അത് വളരെയധികം നമ്മളെല്ലാവരും സന്തോഷിപ്പിച്ച കാര്യമല്ലേ. കാരണം ഈ ഒരു പെൺകുട്ടി നമ്മളിപ്പോൾ മൊത്തത്തിൽ സിമ്പർ ചെയ്യുന്ന എന്താണ്, നമ്മുടെ സാധാരണ രീതിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് തെരുവിൽ ഈ മാല വിറ്റ് ജീവിക്കുന്ന സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടി രക്ഷപ്പെടുക എന്നുള്ള കാര്യം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന സന്തോഷം. അത് ആ ഒരു കുട്ടി രക്ഷപ്പെടട്ടെ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഇനാഗുറേഷന് വന്ന സമയത്ത് നമ്മളെന്താ ചിന്തിച്ച് അതിലൂടെ നല്ല എമൗണ്ട് കിട്ടുന്നു, 10-15 ലക്ഷം ഇത്ര എമൗണ്ട് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ ആ എമൗണ്ട് അടക്കം കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് അത് രക്ഷപ്പെടാനും ആ കുടുംബം രക്ഷപ്പെടുക എന്നുള്ള കാര്യമാണ് നമ്മളെല്ലാവരും ചിന്തിച്ചത്. ഓക്കെ, ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ ആളുകളും ആ പെൺകുട്ടിക്ക് ആശംസ അറിയിച്ചു. അങ്ങനെ ഈ പെൺകുട്ടിയെ നേരെ ബോംബെയിലേക്ക് ഈ സനോജ് കുമാർ മിശ്ര കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഒരുപാട് ആക്ടിംഗ് സ്കൂളിലും ഒക്കെ ചേർത്ത് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റാണ്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായി. അതായത് ഈ കുടുംബത്തെ മൊത്തമായിട്ട് ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ സംവിധായകൻ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സംവിധായകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അങ്ങനെ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ഈ സംവിധായകൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഈ സംവിധായകൻ പീഡന കേസിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലായി എന്നുള്ളതാണ്. പീഡന കേസിൽ ഈ സംവിധായകൻ അറസ്റ്റ് ആയതുകൊണ്ട് മൊണാലിസയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. കുഴപ്പമുണ്ട്. അതായത് ഈ പെൺകുട്ടി വൈറലായി, ഈ പെൺകുട്ടിയുടെ കുടുംബം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് എന്ന് ഈ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ അറിഞ്ഞതിന് ശേഷം എല്ലാ ആളുകളും ഈ പെൺകുട്ടിയും കുടുംബം രക്ഷപ്പെടണം. അതിനുള്ള ഏക മാർഗ്ഗം ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ച് പോപ്പുലർ. സത്യം, അത് എല്ലാവരും ചിന്തിച്ച ആ ഒരു കാര്യം തന്നെയാണ്. ഈ കുട്ടി തീർച്ചയായിട്ടും അതിനകത്തൊരു സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുന്നു, അതിലൂടെ അത് ഫെയിമായി മാറുന്നു, അതിനുശേഷം ആ കുടുംബം രക്ഷപ്പെടുന്നു എന്നുള്ള നിങ്ങളും ഞാനും അടക്കം എല്ലാ ആൾക്കാരും എൻ്റെ വീഡിയോയിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യത്തിനകത്ത് അക്കാര്യം തന്നെയാണ്. നിങ്ങളും അങ്ങനെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം രക്ഷപ്പെടട്ടെ, ഒരു സാധാരണക്കാരി ഒരു പെൺകുട്ടി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സനോജ് കുമാർ മിശ്രയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ സംവിധായകൻ ഇങ്ങനെ പീഡന കേസിൽ അറസ്റ്റ് ആകുന്നത്. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ഭാവി ഒരു വിധത്തിൽ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു സംവിധായകനെ ഇങ്ങനെ പീഡന കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസ് പറയുന്ന കാര്യം നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതിനെ തുടർന്ന് ഈ മുന്നോട്ടുള്ള കാര്യത്തിൽ ഈ മൊണാലിസയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ സംവിധായകന്റെ ഈ പീഡന കേസിനെ കുറിച്ച് ഡൽഹി പോലീസ് പറയുന്നത് ഇദ്ദേഹം 2020 ഉത്തർപ്രദേശിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. അന്ന് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഇദ്ദേഹം ടിക്ടോക്ക് വഴി പരിചയപ്പെടുകയും ഈ പെൺകുട്ടി
പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സൗഹൃദത്തിലാകുകയും സിനിമയിൽ അവസരം നൽകാം എന്നുള്ള വാഗ്ദാനം ഈ പെൺകുട്ടിക്ക് നൽകുകയും അങ്ങനെ ഈ പെൺകുട്ടിയെ ഉത്തർപ്രദേശിലേക്ക് വിളിപ്പിച്ച് അവിടെ റിസോർട്ടിൽ വെച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. 2020 ഇപ്പം ഈ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് മുമ്പ്, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിക്കാരൻ ഉത്തർപ്രദേശിലായ സമയത്ത് അവിടെ ടിക്ടോക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുകയും ആ പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വലയിലാക്കിയതിന് ശേഷം ആ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുകയും ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇയാളുടെ പേരുള്ള ഇപ്പം നിലവിൽ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ഓക്കെ. അതുകൂടാതെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുകയും അങ്ങനെ ഏകദേശം ഒരു 3 തവണ ഈ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്ന് ഈ പെൺകുട്ടി ആരോപണത്തിൽ പറയുന്നുണ്ട്. 2000 ആള് സൂപ്പർ ആളുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ആ പെൺകുട്ടിയെ ഏതാണ്ട് എത്ര തവണ ഗർഭചിത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ച് കളയുക. 25 ജനുവരിയിൽ ഇവരുടെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും അങ്ങനെയാണ് ഈ പെൺകുട്ടി പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരുപാട് സിനിമയിൽ ഓക്കെ, ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് കഴിഞ്ഞു, അടുത്ത ഇരയെ കിട്ടുന്ന സമയത്ത് വേറെ തന്നെ ഉപയോഗിക്കും എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ ഉപയോഗിച്ച് കളഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടി ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് വരികയും കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആളിയൻ ഇപ്പോഴാണ് അത് കുടുങ്ങിയത്. കാരണം ഇത് 2020 നടന്നതാണ്, 2025 അവസരങ്ങൾ നൽകാമെന്ന് അദ്ദേഹം ഇങ്ങനെ വാഗ്ദാനങ്ങൾ ധാരാളമായിട്ട് നൽകിയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അതുകൂടാതെ തന്റെ സ്വകാര്യ ചിത്രങ്ങൾ അനവധി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും തന്നെ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് വിളിപ്പിച്ച് പീഡിപ്പിച്ചത് എന്ന് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 3 തവണ ഈ പെൺകുട്ടി അബോർഷൻ ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഈ പോലീസുകാരുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് അത് മുൻകൈയെടുത്ത് ചെയ്യിപ്പിച്ചത് ഇദ്ദേഹമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ കോടതിയിൽ ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായി നല്ല ബെസ്റ്റ് ആളുടെ കയ്യിലാണ് ഈ കുട്ടിയെയും ആ കുടുംബത്തിനെയും കിട്ടിയത്. അയാൾ അന്ന് ഇയാളുടെ മേൽ ചെറിയ ആരോപണം വന്ന സമയത്ത് ഞാൻ ഉടനെ കേസ് കൊടുക്കും, മറ്റത് കൊടുക്കും, എല്ലാവർക്കും കാണിച്ചു തരാം, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, ഇതിനോട് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ സംസാരിച്ചത്? കാരണം അന്ന് 2 പ്രൊഡ്യൂസേഴ്സ് ഇയാളെക്കുറിച്ച് അന്ന് പറഞ്ഞ കാര്യവും നാഷണൽ മീഡിയാസിനകത്ത് വന്ന ന്യൂസാണ് ഞാൻ അന്ന് വീഡിയോ ആക്കി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ക്രെഡിബിലിറ്റി ഉള്ള ചാനലുകൾ തന്നെയാണ് അതിന്, കാരണം നാഷണൽ മീഡിയാസാണ് അത് പുറത്തുവിട്ടത് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം ഇപ്പം വന്നേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൻ്റെ അതിനും മുമ്പേ തന്നെ ഈ പുള്ളിക്കാരൻ്റെ മേൽ ഇങ്ങനെയുള്ള ആരോപണമല്ല, ഇയാൾ ചെയ്തേക്കുന്ന കുറ്റകൃത്യം അത് വളരെയധികം വളരെ ക്രൂരമായ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. റേപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെ താമസിപ്പിച്ച് ഏതാണ്ട് 3 കുഞ്ഞുങ്ങൾ, അതായത് ഭ്രൂണഹത്യ നടത്തി, അഥവാ അബോർഷൻ നടത്തി, ഇതെല്ലാ പരിപാടികളും നടത്തിയ മഹാനാണ് ഈ കുട്ടിക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ കൊണ്ട് വിറ്റിട്ടില്ല എന്നുള്ളത് ഭാഗ്യം, ആ കുട്ടി ജീവനുള്ളതും ഭാഗ്യം. കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി പോലീസ് നീങ്ങിയത്. ഈ സംവിധായകന്റെ 2 സിനിമകൾ നിർമ്മിച്ച ജിതേന്ദ്ര നാരായണ മിശ്ര അതുപോലെ തന്നെ വാസി റസുഖി എന്ന് പറയുന്ന 2 നിർമ്മാതാക്കൾ അവരവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ 2 വീഡിയോകൾ പങ്കുവച്ചിരുന്നു. അത് ഈ മൊണാലിസ ഭോസ്ലെയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഈ സംവിധായകൻ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് അവർ 2 പേരും അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ഒരുപാട് പെൺകുട്ടികളെ ഇദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ബോംബെയിൽ എത്തിച്ച് ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്, അതുപോലെ സെറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു കുടുംബത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന് വലിയ കെണിയിൽ കൊണ്ടുവന്ന് ചാടിക്കും എന്നുള്ള രീതിയിൽ ഈ 2 നിർമ്മാതാക്കൾ ആരോപണം ഉന്നയിക്കും. അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും വലിയ ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ സംവിധായകൻ ഇവർക്ക് 2 പേർക്കുമെതിരെ ഡൽഹി പോലീസിലും അതുപോലെ തന്നെ മുംബൈ പോലീസിലും പരാതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. ബോബി ചമ്മണ്ണൂർ ഈ പെൺകുട്ടിയെ കട ഉദ്ഘാടനത്തിന് വേണ്ടി കേരളത്തിൽ എത്തിച്ചു. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നതും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതും എല്ലാം ഇദ്ദേഹമാണ്. നമ്മൾ കണ്ടതാണ് വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, ഇദ്ദേഹം ഇങ്ങനെ ഈ കുടുംബത്തെ മൊത്തമായിട്ട് ട്രാപ്പ് ചെയ്ത് ഈ പെൺകുട്ടിയെ ഈ കുടുംബത്തെയും സീരിയസ്ലി അന്ന് ഞാനും ഈ ഒരു കാര്യം സംസാരിച്ചിരുന്നതാണ്. കാരണം ഈ കുടുംബത്തിനെ മൊത്തത്തിൽ കൊണ്ട് നടന്ന് അവരെ മൊത്തം ഇയാളുടെ ട്രാപ്പിലേക്ക് മാറ്റുക, കുട്ടിക്ക് ഒരു സിനിമയിലേക്ക് അഭിനയിക്കാം ഒരു അവസരം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിനെ തന്നെ അതിൻ്റെ ഹൈറാർക്കി ഇയാളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഈ ആ സിനിമ തന്നെ പുള്ളിക്കാരൻ ഈ കുട്ടിയുടെ വൈറൽ ആ ഒരു സെറ്റപ്പ് കാരണമാണ് ആ ഒരു സിനിമയുടെ കാര്യം പോലും കൂടുതൽ ചർച്ചയാവുന്നത്. ആ സമയത്താണ് ഇയാളുടെ മുൻകാല പ്രൊഡ്യൂസർമാർ രംഗത്ത് വരികയും ഈ ഒരു കാര്യത്തിന് അത് ഇയാൾ ശരിയല്ല, ഇയാൾ മദ്യപാനിയാണ്. പക്ഷെ അന്ന് ഇയാൾ അതിനെ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് അയാൾ നല്ലൊരു മനുഷ്യനാണ്, ഞങ്ങളിതെല്ലാം ഒരുമിച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ഈ പെൺകുട്ടിയുടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ചെയ്ത വീഡിയോ ഇല്ലേ, ആ പെൺകുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്നു, അമ്മ സംസാരിക്കുന്നു, എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, വളരെ ഹാപ്പിയാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ മകളെ പോലെയാണ് എന്നെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് കണ്ടിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇതെല്ലാം ഇയാൾ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇയാളൊരു
അതിൻ്റെ അപ്പുറത്തും അതിൻ്റെ മതിലുകൾക്കും അപ്പുറം ചാടി നടന്ന മനുഷ്യനാണെന്നുള്ള കാര്യം തെളിയിക്കും. ബോംബെയിലെത്തിക്കുകയും അവിടെ ആക്ടിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹോട്ടലൊക്കെ എടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ താമസിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് പെൺകുട്ടിയുമായിട്ട് നേപ്പാൾ സന്ദർശിക്കുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. ഈ പെൺകുട്ടി എവിടെയൊക്കെ പോകുന്നുണ്ട്, ഏതൊക്കെ ഉദ്ഘാടനങ്ങളിൽ പോകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സംവിധായകനാണ്. അതായത് പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഇദ്ദേഹം ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിക്ക് ഏതൊക്കെ വിധത്തിലുള്ള പ്രസിദ്ധി ഉണ്ടാകുന്നുണ്ട് ആ പ്രസിദ്ധിയുടെ ഒരു അംശം ഇദ്ദേഹം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ സനോജ് കുമാർ മിശ്ര എന്ന് പറഞ്ഞ ഈ സംവിധായകനെ കേരളത്തിലുള്ള ആളുകളും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകളും കൂടുതലായിട്ട് അറിഞ്ഞത് ഈ മൊണാലിസ ബോസ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി മുഖാന്തരമാണ്. ഈ പെൺകുട്ടിയോടൊപ്പം സഞ്ചരിച്ച് ഈ പെൺകുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വലിയ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണം പുറത്ത് വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചു. അതായത് എനിക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യം ഓക്കെ. അപ്പോൾ ബാക്കി നിങ്ങളത് ചാനൽ ആരോൺസ് വേൾഡിൽ തന്നെ പോയി കാണുക തീർച്ചയായിട്ടും. അപ്പോൾ ഈ പുള്ളിക്കാരൻ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ഇയാൾക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ചെയ്ത പരിപാടി എന്തറിയാമോ? അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടിയെ കൊണ്ടും ആ വീട്ടുകാരെ കൊണ്ട് നിർത്തിക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇയാൾ ഞാനൊന്നും അറിയാത്ത വലിയ നന്മമരമാണെന്ന് കളിച്ചുകൊണ്ട് ഇയാൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നു. ഞാനിപ്പോഴും എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് പറയാം, മിന്നുന്നതെല്ലാം പൊന്നൊന്നുമല്ല. ചില ആൾക്കാരൊക്കെ വളരെ അമിത വിനയവും അമിതമായ പിന്നെ എന്താ പറയുക വലിയ ഇത് നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്നുള്ള രീതിയിലേക്കുള്ള ചമഞ്ഞ് പരിപാടികൾ കാണിക്കും. ഓക്കെ, അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിൽ ഞാൻ പറയാം, അങ്ങനെ കാണിക്കുന്നവരെ സൂക്ഷിക്കുക. നമ്മൾ ഭയങ്കരമായ ഒരു സെറ്റപ്പിലേക്ക് കാണിക്കുക. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ വളവള നമ്മുടെ നാട്ടിലേക്ക് പോലും വളവളവളാന്ന് സംസാരിക്കും എന്ന് പറയും. ഈ വളവളവളാന്ന് സംസാരിക്കുന്നവരൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഭയങ്കര മറ്റേ ഇതായിട്ടൊക്കെ മാറി പെരുമാറുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ലൈഫിനകത്തേക്ക് അവർ കടന്നു വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷനലി കണ്ണിങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക. അതർവൈസ് ഈ ഒരു കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ ഇപ്പം മോണലിസ് ഇക്കാര്യത്തിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം ആ കുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടി കുറച്ച് മുമ്പും അതായത് ഏതാണ്ട് 20 മിനിറ്റിന് മുമ്പ് സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടത് ആ കുട്ടിക്കാണോ ഈ ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യം അതൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്, അറിയത്തില്ല. പക്ഷേ നിലവിൽ ഇയാൾ പീഡിപ്പിച്ചത് മറ്റൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ രണ്ടോ മൂന്നോ അബോർഷൻ വെറുതെ നമ്പറായിട്ട് പറഞ്ഞപ്പോൾ 3 ജീവനാണ്. അപ്പം അബോർഷൻ നടത്തിയിട്ടുണ്ട്. ലിവിങ് ടുഗദർ സംഭവത്തിൻ്റെ അകത്താണ് ആയിരുന്നു. അതിനുശേഷം കളഞ്ഞു. അതിനുശേഷം ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു സാധനം ഈ ലെവലിലേക്ക് എത്തി. സോ സനോജ് മിശ്ര അണ്ണൻ സൂപ്പർ അണ്ണനാണല്ലേ, എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ പെൺകുട്ടി രക്ഷപ്പെട്ടെന്ന് പറയാം. പിന്നെ ഒരു കാര്യം ഇനിയൊരു ഫ്യൂച്ചർ എന്താണ്? ഇപ്പം കുംഭമേള കെട്ടടങ്ങി, അതുപോലെ തന്നെ ആ ഒരു വൈറൽ സെറ്റപ്പൊക്കെ കെട്ടടങ്ങി. ഇനി ഈ കുട്ടിയുടെ ലൈഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് കണ്ടെന്ന് അറിയണം. നിങ്ങളെ അഭിപ്രായം അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്.